ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ 38-കാരനായ ഭർത്താവ് ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തി. സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരിയായ യുവതിയെ ഓഫീസിലേക്ക് പ്രവേശിക്കുന്നതിന് തടയുകയും സംസാരം തർക്കത്തിലേക്ക് മാറിയപ്പോൾ വെടിവെക്കുകയുമായിരുന്നു. 12 വർഷം മുൻപ് വിവാഹിതരായ ഇരുവരും 1 വർഷമായി വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. അക്രമത്തിന് പിന്നാലെ വീട്ടിലെത്തിയ യുവാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരിയെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കി. ലക്നൌവിലെ ഗോന്തി നഗറിൽ ICIC ബാങ്ക് ജീവനക്കാരിയായ ദിവ്യ മിശ്രയെയാണ് ഭർത്താവും SBI ജീവനക്കാരനുമായ മാനസ് വാജ്പേയി കൊലപ്പെടുത്തിയത്. രാവിലെ സാധാരണ ദിവസത്തെ പോലെ ജോലിക്ക് പുറപ്പെട്ടതായിരുന്നു ദിവ്യ. ഓഫീസിന് തൊട്ടടുത്ത് വെച്ച് മാനസ് യുവതിയെ റോഡിൽ തടഞ്ഞു നിർത്തി. ബഹളം കേട്ട് ബാങ്ക് ജീവനക്കാർ പുറത്തേക്ക് ഓടി വന്നു. എന്നാൽ പെട്ടെന്ന് മാനസ് തോക്കെടുത്ത് ദിവ്യയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പരിഭ്രാന്തരായ ജീവനക്കാർ അകത്തേക്ക് ഓടിക്കയറി. വെടിയേറ്റ് വീണ ദിവ്യയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പന്ത്രണ്ട് വർഷം മുൻപ് വിവാഹിതരായ ദിവ്യയും SBI ജീവനക്കാരനായ മാനസും 1 വർഷമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം ദിവ്യ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നു. ദിവ്യ തന്നെ വഞ്ചിച്ചു എന്നായിരുന്നു മാനസിന്റെ ആരോപണം. ഭാര്യയെ കൊന്നതിന് പിന്നാലെ മാനസ് നേരെ വീട്ടിലേക്കെത്തി. വിയർത്ത് കുളിച്ചു ഓടിവരുന്ന മാനസിനെ താഴെ ഹോട്ടൽ നടത്തുന്ന ലവകുഷ് കണ്ടിരുന്നു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഓഫീസിലെ പ്രശ്നമാണെന്നാണ് മാനസ് മറുപടി പറഞ്ഞത്. ഉടൻ തന്നെ വീട്ടിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. അകത്ത് കയറി വാതിലടച്ച ശേഷം TV ഓൺ ചെയ്ത് ശബ്ദത്തിൽ വെച്ചു. അതിനുശേഷം മാനസ് വാട്സപ്പിൽ വെച്ച സ്റ്റാറ്റസ് ഇങ്ങനെയായിരുന്നു: എന്നെ ചതിച്ച ഭാര്യയെ ഇന്ന് ഞാൻ കൊന്നു. ഇനി ഞാനും എൻ്റെ സഹോദരിയും മരിക്കണം. മിനിറ്റുകൾക്കകം മാനസ് 28-കാരിയായ മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരി ശിവ വാജ്പേയിയെ വെടിവെച്ച് കൊലപ്പെടുത്തി. പിന്നാലെ സ്വയം വെടിവെച്ച് ജീവനൊടുക്കി. വെടിവെച്ച് കേട്ട അയൽക്കാർ ഓടിയെത്തി. വാതിൽ അടിച്ചു തകർത്ത് അകത്ത് കടന്നപ്പോൾ ഇരുവരും മരിച്ച നിലയിൽ. കുടുംബത്തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ലക്നൌ പോലീസ് തരുൺ ഗൗബ അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.